നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ടുന്ന അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ റിട്ടേൺ സമർപ്പിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലായി ഇത് ഇരിക്കട്ടെ. ഒപ്പം തന്നെ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. നമ്മുടെ തീരമേഖലയിലൊക്കെ മത്സ്യബന്ധനത്തിന് പോകാൻ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ട്രോളിംഗ് നിരോധനത്തിൻ്റെ സമയം അവസാനിക്കും. അതേസമയം തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനൊക്കെയുള്ള ഒരുപാട് സാധ്യതകളും മുന്നറിയിപ്പുകളും ഒക്കെ വരുന്നുണ്ട്. കനത്ത മഴ മുന്നറിയിപ്പുകൾ വടക്കൻ ജില്ലകളിലൊക്കെയുണ്ട്. അപ്പോൾ സുരക്ഷിതമായി കടലിൽ പോയി വരാൻ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയട്ടെ. അവരെ സംബന്ധിച്ചൊക്കെ കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം മാറുന്നത്. എന്തായാലും നമുക്ക് ഫോക്കസ് വാർത്തകളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. PM ശ്രീയിൽ യഥാർത്ഥത്തിൽ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർത്ത പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചുവെന്ന് ഇന്നലെ വ്യക്തമാക്കിയത് UDF കൺവീനറാണ്. UDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ഈ തുറന്നു പറച്ചിൽ. ഇനി ഒരു ആലോചനയ്ക്കും വകയില്ല എന്ന തരത്തിലായിരുന്നു അടൂർ പ്രകാശ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. മന്ത്രിസഭാ ഉപസമിതിയെ അപ്രസക്തമാക്കിയുള്ള പ്രഖ്യാപനം UDFന്റെ നിലപാടില്ലായ്മ എന്ന നിലയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. ലീഗിനെ അത് അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കി. അതായത് ഈ വിഷയത്തിൽ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ചത് മുസ്ലിം ലീഗാണ്. അവർ ഉൾപ്പെട്ട ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്നത് ലീഗിനെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. ഈ വിഷയം ഇന്നലെ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ചർച്ച ചെയ്തപ്പോൾ MSF സംസ്ഥാന സെക്രട്ടറി PM ശ്രീ നടപ്പാക്കിയാൽ MSF സമരരംഗത്തുണ്ടാകുമെന്നതുൾപ്പെടെ പ്രഖ്യാപിച്ചു. അപ്പോൾ ലീഗിന്റെ തന്നെ മറ്റ് യുവജന സംഘടനകളൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇതോടെ വിഷയത്തിൽ ലീഗ് നിലപാട് കടുപ്പിക്കുകയും പരസ്യ പ്രതികരണവുമായി കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. ഇതോടെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അടൂർ പ്രകാശ്. അങ്ങനെ PM ശ്രീയിൽ സർക്കാർ ആകെപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം വിശദമായി തന്നെ കടക്കുന്നത്. UDF യോഗത്തിന് ശേഷം അടൂർ പ്രകാശ് ഇന്നലെ നടത്തിയ പ്രതികരണമാണ് ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നേരത്തെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. LDF ഒപ്പിട്ട് ഈ കരാറിൽ ഇനി അത് പിന്മാറാനാകില്ല. മാത്രവുമല്ല കേന്ദ്ര ഫണ്ട് വാങ്ങിച്ചെടുക്കണം. അതുകൊണ്ട് ഈ പദ്ധതി തുടർന്നേ പറ്റുകയുള്ളൂ എന്നതാണ് അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിസഭാ ഉപസമിതിയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സമിതിയാകും ഏതൊക്കെ സ്കൂളുകൾ എന്ന് തീരുമാനിക്കുക എന്നതൊക്കെയാണ് അടൂർ പ്രകാശ് വിശദീകരിച്ചത്. എന്തായാലും ഇന്നലത്തെ അടൂർ പ്രകാശിന്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് ചെയ്തപ്പോഴും അതിനുശേഷം വന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം അതല്ലെങ്കിൽ അന്ന് സൈൻ ചെയ്യാൻ പോകരുത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അന്നത്തെ ഗവൺമെൻറ് എന്നുള്ള നിലയിലും LDF ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഈ MOU ഒപ്പിട്ടത്. അപ്പോൾ ഇതായിരുന്നു അടൂർ പ്രകാശിന്റെ ആ വിശദീകരണം. ഇതാണ് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചത്. PM ശ്രീയെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശക്തമായി വിമർശിച്ചത് ലീഗാണ്. അധികാരത്തിലെത്തിയാൽ PM ശ്രീയെ ചവറ്റുകൊട്ടയിലെറിയും എന്ന് പറഞ്ഞത് ലീഗാണ്. ലീഗിന്റെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് ലീഗ് ഉൾപ്പെട്ട UDF പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. മാത്രവുമല്ല രാജ്യസഭയിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട UDF MP JB മേത്തറിന്റെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി നൽകിയ മറുപടികൾ PM ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾക്കെതിരായിരുന്നു. കേരളത്തിൽ PM ശ്രീക്കായി സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന നടപടി പോലും ആരംഭിച്ചിരുന്നില്ല എന്ന കോൺഗ്രസ് MP JB മേത്തറിന്റെ ചോദ്യത്തിന് ജയന്ത് ചൌധരി മറുപടി നൽകിയിരുന്നു.
ധാരണാപത്രത്തിൽ ഒപ്പിടുക മാത്രമാണ് കേരളം ചെയ്തിട്ടുള്ളതെന്നും PM ശ്രീ പദ്ധതിയുടെ ഭാഗമല്ല കേരളമെന്നും ചോദ്യത്തിനുള്ള മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശ് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകും എന്ന് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ സർക്കാർ PM ശ്രീയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്ന നിലപാടാണ് UDF സർക്കാർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ വിഷയത്തിൽ മുസ്ലിം ലീഗ് MP PV അബ്ദുൾ വഹാബിന്റെ ഒരു ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ജയന്ത് ചൌധരി തന്നെ മറുപടി നൽകിയതിന്റെ വിവരങ്ങളും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കരാറിൽ ഒപ്പുവെച്ചാലും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കും എന്നതാണ് അബ്ദുൾ വഹാബിന്റെ ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ കുഞ്ഞാലിക്കുട്ടി അടൂർ പ്രകാശിനെ പൂർണ്ണമായും തള്ളുന്നതാണ് കണ്ടത്. PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് UDF പച്ചക്കൊടി കാണിച്ചു എന്ന് വ്യക്തമാക്കിയ UDF കൺവീനറുടെ വാക്കുകളെ ലീഗ് പൂർണ്ണമായും തള്ളുന്നു. PM ശ്രീ വിഷയം മുന്നണി നേതൃയോഗം ചർച്ച ചെയ്തില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അജണ്ടയിൽ പോലും ഇത് ഉൾപ്പെട്ടിരുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നതാണ് ലീഗ് നിലപാട്. അക്കാര്യം PK കുഞ്ഞാലിക്കുട്ടി തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ അങ്ങനെ അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റിന് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDFും പറയും, അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും പറയും. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായം ഉള്ളൂ. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റേ കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്ത. UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരി. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ പറയുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാനോ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത കളവ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച കാര്യങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങാനാണ് ആലോചന എന്ന് സൂചിപ്പിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. UDF യോഗത്തിൽ ഗൗരവമുള്ള ചർച്ച PM ശ്രീ നടപ്പാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇത് സംബന്ധിച്ച് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ദേവരാജൻ ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രി അന്തിമ തീരുമാനം പറഞ്ഞിരുന്നില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. വിഷയത്തിൽ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ UDF നിയോഗിച്ചിരുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് PM ശ്രീ നടപ്പാക്കുമെന്ന് UDF കൺവീനർ പ്രഖ്യാപിച്ചത് എന്നതാണ് ലീഗ് നേതൃത്വത്തിന്റെ ചോദ്യം. ഈ വിയോജിപ്പാണ് PK കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാര്യം ഇന്നലെ മാധ്യമങ്ങൾ ആവർത്തിച്ച് അടൂർ പ്രകാശിനോട് ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ട് കിട്ടിയോ, ഇനി മന്ത്രിസഭാ ഉപസമിതിയുടെ ഇതിലുള്ള പ്രവർത്തനം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത് ഇനി ഈ സ്കൂളുകൾ ഏതൊക്കെ വേണം ഈ പദ്ധതിയിൽ എന്നതിൻ്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഉപസമിതി തീരുമാനിക്കുക എന്നതാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്തായാലും മുസ്ലിം ലീഗ് തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അടൂർ പ്രകാശ് നിലപാട് മാറ്റി. PM ശ്രീ UDF ചർച്ച ചെയ്തിട്ടില്ല എന്നും ഉപസമിതി റിപ്പോർട്ട് വന്നിട്ടാകും തീരുമാനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നും അടൂർ പ്രകാശ് അവകാശപ്പെട്ടു. ഇല്ല, അതിനാണല്ലോ ഉപസമിതി വെച്ചിരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഉള്ള ഉപസമിതി വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇല്ല, എനിക്ക് അത്തരം കാര്യങ്ങൾ കൃത്യമായി ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. അത് പരിശോധിച്ചതിന് ശേഷം. അപ്പോൾ UDF കൺവീനർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വിശദീകരിക്കേണ്ടത് UDF കൺവീനർ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത്. 3 കോൺഗ്രസ് മന്ത്രിമാരും ഒരു ലീഗ് മന്ത്രിയുമുള്ള ഉപസമിതി അടുത്തയാഴ്ച യോഗം ചേർന്ന് റിപ്പോർട്ട് കൈമാറാനിരിക്കുകയാണ്. അതിന്റെ പ്രാധാന്യം അപ്പാടെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് അതിനു മുൻപ് തന്നെ അടൂർ പ്രകാശിന്റെ പ്രതികരണം ഇന്നലെ വന്നത്. ഈ വാക്കുകളിലാണ് ലീഗിന് കടുത്ത അതൃപ്തിയുള്ളത്. PM ശ്രീ വിവാദമാക്കുന്നതിലും അത് പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ അവസരം ഉണ്ടാക്കുന്നതിലും ലീഗിനുള്ളിൽ അതൃപ്തി ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ ലീഗ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. സംസ്ഥാനത്തിന് വലിയ പ്രശ്നമോ നഷ്ടമോ ഇല്ലാതെ
പിന്മാറാനാകുമെങ്കിൽ PM ശ്രീ വേണ്ടെന്ന് വെക്കണമെന്ന അഭിപ്രായത്തിനാണ് ലീഗിൽ മുൻതൂക്കം എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. എന്നാൽ UDFൽ ഭിന്നതയില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുമ്പോഴും അല്പം വ്യത്യസ്തമാണ് രമേശ് ചെന്നിത്തലയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. കൺവീനർ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല ഇതിൽ പ്രതികരിച്ചത്. പിന്മാറിയാൽ ഫണ്ട് ലഭിക്കില്ല, PM ശ്രീയിൽ കരിക്കുലം സംസ്ഥാനം തീരുമാനിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്തുകൊണ്ട് ഈ കാര്യം ജോൺ ബ്രിട്ടാസ് പിണറായി വിജയനോട് പറഞ്ഞില്ല? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അന്ന് അദ്ദേഹത്തിനോട് ചെവിയിലെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ? പുറമേ പറയാനുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹത്തിന്, ചെവിയിലെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. അന്ന് അതൊന്നും പറയാതെ ഇത്രയും ഒപ്പിട്ട് അതിനുശേഷം കൂടുതൽ ആനുകൂല്യങ്ങളും വാങ്ങിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായം വാങ്ങിച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ തലയിലോട്ട് കയറണ്ട, ഞങ്ങളതിൽ ഇത് ഒപ്പിട്ടു. അല്ല, മറുപടി ആര് ചോദിച്ചാൽ ചോദ്യം ചോദിച്ചാൽ മറുപടി കൊടുക്കുമല്ലോ. അന്ന് എന്തുകൊണ്ടാണ് ഇത് ജോൺ ബ്രിട്ടാസിന് ഇത് അറിയാതെ? അദ്ദേഹം MP അല്ലേ? അദ്ദേഹം എന്തുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഈ കാര്യം പറഞ്ഞില്ല? അപ്പോൾ ഒപ്പിട്ടു, എല്ലാം അംഗീകരിച്ചു, അത് SSA ഫണ്ടും വാങ്ങിച്ചു, മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങളുടെ തലയിൽ ഇത് വെക്കണ്ട, അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളാണ് യഥാർത്ഥത്തിൽ പൊളിയുന്നത്. PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ കാര്യമായി ഒന്നും സംഭവിക്കില്ല എന്നതാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുകയോ ചേരാതിരിക്കുകയോ ചെയ്താൽ PM ശ്രീയുടെ ആനുകൂല്യങ്ങൾ മാത്രമേ നഷ്ടമാകൂ എന്നതാണ് രാജ്യസഭയിൽ അബ്ദുൾ വഹാബ് MPയുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകിയിരിക്കുന്നത്. കേരളം PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ട ശേഷം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്നും കേന്ദ്രം രാജ്യസഭയിൽ അറിയിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്നും വലിയ ഭവിഷ്യത്തുണ്ടാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ അധികാരമേറ്റതിനു ശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കേന്ദ്ര മറുപടി ഇടതുപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുന്നുമുണ്ട്. വഹാബിന് ലഭിച്ച മറുപടി VD സതീശന്റെ കാപഢ്യത്തിന്റെ മുഖംമൂടി വലിച്ചു കീറിയെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിമർശനം. UDFനെതിരെ വിമർശനവും പരിഹാസവുമായി MP രാജേഷ് ഉൾപ്പെടെ രംഗത്ത് വരുന്നതും കണ്ടു. PM ശ്രീയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ പറ്റില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം UDF MPമാർ കാരണം പൊളിച്ചെടുക്കാൻ പറ്റിയെന്നതാണ് MP രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അറബിക്കടൽ വറ്റിയിട്ടില്ല ലീഗുകാരെ. ലീഗിന് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതുപോലെ PM ശ്രീ അറബിക്കടലിൽ എറിയാം, അല്ലെങ്കിൽ സ്വയം അറബിക്കടലിൽ പോയി ചാടാം എന്നും MP രാജേഷ് പരിഹസിച്ചു. ഇനിയെങ്കിലും പദ്ധതിയിൽ മുന്നോട്ടു പോകാൻ BJP സമ്മർദ്ദം ഉണ്ടെന്നും അതിന് വഴങ്ങുകയാണെന്നും UDF തുറന്നു പറയണമെന്നാണ് ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചത്. പുതിയ സാഹചര്യം എന്തായാലും UDFനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. ഫണ്ട് വാങ്ങിയെടുക്കാൻ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്നതാണ് UDFന്റെ ഇതുവരെ ഉണ്ടായിരുന്ന നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. അതിന്റെ ഉത്തരവാദിത്വം മുൻ സർക്കാരിന്റെ തലയിൽ ഇടാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പുതിയ സാഹചര്യം അതിന് അനുവദിക്കുന്നതല്ല. കേന്ദ്രം സഭയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടികളുടെ സാഹചര്യത്തിൽ വീണ്ടും ചർച്ച നടക്കും എന്നതാണ് മനസ്സിലാകുന്നത്. ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ തന്നെ വിശദീകരിക്കുന്നു. ഉപസമിതി അംഗമാണ് അദ്ദേഹം. ഉപസമിതിയും മന്ത്രിസഭയും വീണ്ടും ചർച്ച ചെയ്യും. ഉപസമിതി അംഗം എന്ന നിലയിൽ കരാർ മുഴുവൻ പരിശോധിച്ച വ്യക്തിയാണ് താൻ. അന്നൊന്നും പിന്മാറാമെന്ന വ്യവസ്ഥയില്ലായിരുന്നു എന്നതാണ് റോജി M. ജോൺ പറയുന്നത്. ഇന്നലെ മാത്രമാണ് കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഇത് പരിശോധിക്കും എന്നതാണ് റോജി M. ജോൺ പറയുന്നത്. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്ന മറുപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് പുതിയൊരു സാഹചര്യമാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, കരാറിൽ വളരെ വ്യക്തമായി ഇത് പിന്മാറാൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരമെന്നും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് ഇതിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞത് പുതിയൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അത് UDF ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയും ക്യാബിനറ്റും ഒക്കെ ചർച്ച ചെയ്ത് അതിനെ സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകും. എന്തായാലും പിന്മാറാനാകില്ലെന്ന വാദം പൊളിയുകയും ലീഗ് നിലപാട് കടുപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇനി സർക്കാർ എന്ത് ചെയ്യുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രിസഭാ ഉപസമിതി ബുധനാഴ്ച യോഗം ചേരും. ഓഗസ്റ്റ് 2ാം വാരം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യും. ഓഗസ്റ്റ് 2ാം വാരത്തോടെ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകുകയും ചെയ്യുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. നിലപാടില്ലായ്മ ചർച്ചയായ സാഹചര്യത്തിൽ പദ്ധതിയുടെ പണം വേണ്ടെന്ന് വെച്ച് UDF മുഖം രക്ഷിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.
ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും ശക്തമായ നടപടിയാണ് ആഭ്യന്തര വകുപ്പ് ലഹരി മാഫിയയ്ക്കെതിരെ ആരംഭിച്ച പ്രത്യേക പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ. ഇത് നാർക്കോ ഹണ്ട്. അധ്യാപകമാർ ഉൾപ്പെട്ട ലഹരി ഇടപാടിന്റെ വിവരങ്ങൾ പോലും പുറത്തുവന്നത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ്. ഇതിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാൻ ന്യൂസ് 8 എല്ലാ ഘട്ടത്തിലും ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലഹരി ഉപയോഗത്തിന്റെ നമ്മളുടെ കുട്ടികൾ തേടുന്ന ഇൻസ്റ്റന്റ് വഴികൾ തുറന്നുകാട്ടി ന്യൂസ് 8 ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിറച്ച് പുകയാക്കാനുള്ള പ്രീ റോൾ കോണുകൾ അവർക്ക് കയ്യെത്തും ദൂരത്താണ് എന്നതായിരുന്നു ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇൻസ്റ്റമാർട്ടിൽ പ്രീ റോൾ കോണുകളുടെ ആവശ്യക്കാരിലേറെയും സ്കൂൾ കുട്ടികളാണ്. ഞങ്ങളുടെ പ്രതിനിധി BV അരുണാണ് ന്യൂസ് 8 വേണ്ടി ഈ അന്വേഷണാത്മക റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആദ്യം ആ റിപ്പോർട്ട് ഒന്ന് കണ്ടു മടങ്ങിയെത്താം. സംസ്ഥാനത്ത് ലഹരിയുടെ അടിവേരിറക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വപ്ന പദ്ധതിയാണ് തൂഫാൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് തൂഫാൻ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ലഹരി ഉപയോഗത്തിന് പുതിയ വഴികൾ തേടുന്നവർ കുറവല്ല. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളടക്കം ഇൻസ്റ്റന്റായി ലഹരി ഉപയോഗിക്കാനുള്ള വഴികൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. അതെങ്ങനെയെന്ന് പരിശോധിക്കും. ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ നിത്യോപയോഗ സാധനങ്ങൾ കയ്യിലെത്തിക്കുന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഒരർത്ഥത്തിൽ വലിയ ആശ്വാസമാണിത്. പക്ഷേ അവയും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോൺ എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരത്തിൽ നിരവധി ഓപ്ഷനുകൾ തുറക്കപ്പെടും. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭം. എന്താണ് ഇതെന്നറിയാൻ ഞങ്ങളും ഓർഡർ ചെയ്തു. 4 മിനിറ്റിൽ സാധനം കയ്യിൽ കിട്ടി. അല്പസമയം മുമ്പ് ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോണുകളുടെ ഉപയോഗം എന്താണ്? മെറ്റ AI പറയുന്നത് ഇങ്ങനെ. കൃത്യമായി കുറച്ചുകൂടി അവരുടെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോണുകളാക്കി മാറ്റിയ പേപ്പറുകളാണ്. ഈ രീതിയിലാണ് അത് കിട്ടുന്നത്. ഇത് പല രൂപത്തിലുണ്ട്. കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയലുള്ള കോണുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ആളുകൾക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പം ഇത് കിട്ടാനുള്ള വഴികളാണിപ്പോൾ ഇൻസ്റ്റാമാർട്ട് വഴി തുറന്നിരിക്കുന്നത്. റോളുകൾ റെഡി. ഇനി ആരാണ് ഇത്തരം കോണുകൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്? ആരാണ് ഇവ ഉപയോഗിക്കുന്നത്? ഒരു ഡെലിവറി ബോയുടെ
അനുഭവം കേൾക്കാം. മുമ്പ് ഈ കോൺ എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും. ഒരു 3 മാസം. അതിന് മുമ്പ് ഒരു പേപ്പറായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ടാണ് ഈ കോൺ എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അതിൽ വ്യക്തമായിട്ട് ആ പാക്ക് ഞങ്ങൾ ചാറ്റ് GPT കിട്ടും നോക്കുമ്പോൾ അത് പുകയില ഉൽപ്പന്നങ്ങൾ കുത്തി നിറച്ച് വലിക്കേണ്ട സാധനം തന്നെ. ഇത് സ്കൂൾ കുട്ടികളാണ് കൂടുതലും. ഒരു ദിവസം ഞാൻ തന്നെ 2-3 പരമാവധി കൊടുക്കും. പെൺപിള്ളേരടക്കം സ്കൂൾ കുട്ടികളടക്കം. ഇന്ന് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ തുഫാനെ സമയം വിളിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് കുട്ടികൾ കിട്ടിയില്ല. അവർ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂസ് ആയിട്ട് കിട്ടിയില്ല. ഉണ്ടെങ്കിൽ കൈയോടെ വിളിച്ചിട്ട് പോയിട്ട് ഇന്ന് കൊണ്ട് കൊടുത്ത ഒരു സ്കൂളിലായിരുന്നു ഞാൻ. ഒരു സ്കൂൾ പയ്യനായിരുന്നു കൊണ്ട് കൊടുത്തത്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? ഏകദേശം ഒരു വയസ്സ് ഏകദേശം 10-15 വയസ്സ് അത്രേ ആവുള്ളൂ ഒരു പയ്യനെ കാണുമ്പോൾ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ക്യാഷ് ഓൺ ഡെലിവറി പറയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പറഞ്ഞ ID ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ അവർക്ക് വളരെ ഈസിയാണ്. ഇത് വ്യാപകമാണ്. ഇത് ഒരാൾ ഒരു 3-4 കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റോറിൽ തന്നെ 50-60 പേരാണ് സ്റ്റാഫുകളാണ്. 24 മണിക്കൂർ തുറന്നു നിൽക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റാമാർട്ട്. 24 hours ആണ്. 10-20 ഈ നഗരത്തിൽ തന്നെ ഒരു 10-25 സ്റ്റോറുകൾ അവർക്കുണ്ട്. അപ്പോൾ എത്രത്തോളം പോകുന്നുണ്ടാവും, കഴക്കൂട്ടം ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ ഒരു പേപ്പറായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അത് ഇതുപോലെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? അത് ഇതിനു വേണ്ടി ആയിരുന്നു. പക്ഷെ നമുക്കത് പല കാര്യത്തിനും അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇതിനാണത് കൂടുതൽ ആൾക്കാർ. അതിൽ ചിത്രം ഉണ്ടായിരുന്നു. ഈ കഞ്ചാവല്ലേ ചുരുട്ടിന്റെ ചിത്രം അതിലുണ്ടായിരുന്നു. ആ കവറിന്റെ പുറത്ത് ഒരു ചുരുട്ട് ഇങ്ങനെ സിനിമയിലെ കാണുന്ന പോലത്തെ ചുരുട്ടിന്റെ ഒരു ചിത്രം അതിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ വളരെ ഈസി ആയിട്ട് അത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. സ്കൂൾ കുട്ടികൾ പോലും ലഹരി ഉപയോഗത്തിന് പുതുവഴികൾ തേടുകയാണ്. ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ആഭ്യന്തരമന്ത്രി അറിയാനാണ് ലഹരിയുടെ ഒരു വഴി അടയുമ്പോൾ പല വഴികൾ തുറക്കപ്പെടുകയാണ്. അതും പൂട്ടണം, ആ വഴികളും തടയണം. VVR ന്യൂസ് 18 തിരുവനന്തപുരം. ഇതായിരുന്നു ന്യൂസ് 18 ഇന്നലെ കൊടുത്ത ആ റിപ്പോർട്ട്. ലഹരിയുടെ വലകൾ അത് എങ്ങനെയൊക്കെയാണ് കുട്ടികളെ വരിഞ്ഞു മുറുക്കുന്നത് എന്നത് തുറന്നു കാട്ടുകയായിരുന്നു യഥാർത്ഥത്തിൽ ന്യൂസ് 18. എന്തായാലും ആഭ്യന്തരമന്ത്രിയോടായി നടത്തിയ ആ അഭ്യർത്ഥന ആഭ്യന്തരമന്ത്രി കേട്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ആഭ്യന്തരമന്ത്രി ആ വിഷയത്തിൽ ഇടപെടുകയും പ്രീ റോൾ കോൺ വിൽപ്പനയിൽ നിന്ന് പിന്മാറണമെന്ന് ഇൻസ്റ്റമാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പ്രീ റോൾ കോണുകൾ ലഹരി വ്യാപനത്തിനിടയാക്കുമെന്നും ഇത് ഗൗരവമുള്ള വിഷയമാണ് എന്നും ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഇൻസ്റ്റമാർട്ടിലൂടെ പ്രീ റോൾ കോണുകൾ വിൽക്കുന്നത് സംബന്ധിച്ച ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഇതിലുള്ള ഇടപെടൽ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഈ ഡെലിവറി ബോയ്കളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം ശക്തമായി തന്നെ നേരിടും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ പരാമ്പ്രയിൽ കോഴിക്കോട് ഉണ്ടായ സംഭവം തന്നെ അധ്യാപകർ ഉൾപ്പെട്ട സംഭവം തന്നെ വളരെ ഗൗരവമുള്ളതാണ്. അതിനകത്തൊരു ഡെലിവറി ബോയിയുടെ സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഡെലിവറി രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറണം. ഇത് ശരിയല്ല. ഈ ലഹരിയുടെ വ്യാപനത്തിന് നിങ്ങൾ കരുക്കളായി മാറുന്നത് ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ശക്തമായ നടപടി ഉണ്ടാകും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പ്രചരണം ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപികമാർ ഉൾപ്പെട്ട വിഷയത്തിലും ഇതുപോലെ ഡെലിവറി ബോയ് ഉൾപ്പെട്ടിരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം കാണണം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വളരെ കാര്യക്ഷമമായി തന്നെ ലഹരിക്കെതിരായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എക്സൈസ് വകുപ്പും. കള്ളുഷാപ്പുകളിൽ അന്വേഷണം ഊർജിതമാക്കാൻ പുതിയ പദ്ധതി എക്സൈസ് തുടങ്ങിയിരിക്കുകയാണ്. ഓപ്പറേഷൻ ശുദ്ധി എന്നതാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. നിശാ പാർട്ടികളും ക്ലബ്ബുകളും കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK സതീഷ് ന്യൂസ് 18നോട് ഇക്കാര്യങ്ങൾ പറയുകയാണ്. ജൂലൈ മാസം മാത്രം 874 ലഹരി കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. 120 അബ്കാരി കേസുകൾ, 144 ലഹരി കേസുകൾ, 610 നിരോധിത പുകയില ഉൽപ്പന്ന കേസുകൾ എന്നിവയാണ് എക്സൈസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടപടി കർശനമാക്കുമ്പോൾ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. അത് നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു ജാഗ്രത തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടി വാക്കുകൾ കേൾക്കാം. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റ് ജില്ലക്കാരും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. ജോലിക്കും വിദ്യാഭ്യാസത്തിനും മറ്റ് കാര്യങ്ങൾക്കായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റ് ജില്ലക്കാരും നിരന്തരം വന്നു പോകുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല.
ഇത്രയും കേസുകൾ വരാനുള്ള പ്രധാന കാരണം തന്നെ അത്തരം ആളുകൾ ഇവിടെ വന്നു പോകുന്നതുകൊണ്ടാണ്. പരിശോധന ശക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പരിശോധന കുറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്രയും കേസുകൾ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ശക്തമായ പരിശോധന, അതും ചെറുതും വലുതുമായ എല്ലാ കേസുകളും ഇവിടെ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അതിനെ വ്യത്യസ്തമാക്കുന്നത്. വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് സംവിധാനം എക്സൈസ് വകുപ്പ് എറണാകുളം ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ കൺട്രോൾ റൂമുകൾ, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ, 3 സ്ട്രൈക്കിംഗ് ഫോഴ്സ്, ഒരു ഹൈവേ പട്രോളിംഗ് ടീം, ഇത് കൂടാതെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ഷാഡോ എക്സൈസും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഡ്രഗ് മാഫിയ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ഐഡിയാസും ഡിസ്ട്രിബ്യൂഷനുമാണ് കൈകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്തുക, അവർ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പുറകിൽ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളും അത്രയ്ക്ക് വളരെ വിജിലന്റായി വളരെ ആക്റ്റീവായിട്ട് പുറകിൽ അവരെ പോലെ തന്നെ ഫീൽഡിൽ ആക്റ്റീവായി നിന്നാൽ മാത്രമേ അത്തരം പുതിയ തന്ത്രങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ലഹരി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയും സമൂഹത്തെയും തലമുറകളെയും കൂടിയാണ് തകർക്കുന്നത്. ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ പോലീസിന്റെ കർശന നടപടികൾക്കൊപ്പം തന്നെ പൊതുജനങ്ങളുടെ സഹകരണവും അനിവാര്യമാണ്. ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന സന്ദേശമാണ് നമ്മൾ ഓരോരുത്തരും പകർന്നു നൽകേണ്ടത്. ഒരു ശരിയായ തീരുമാനം ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കാൻ, ഒരു കുടുംബത്തെ തന്നെ രക്ഷിക്കാനൊക്കെ ഉപകാരപ്പെടും. ആ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ജീവിതം കൊണ്ട് തന്നെ ഉൾക്കൊള്ളണം, അത് പകരണം. അപ്പോൾ അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു വയനാട് മുത്തങ്ങയിലെ ആദിവാസി സമരത്തിനിടെ പോലീസുകാരനായ അബ്ദുൾ സലാമിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു. വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഗീതാനന്ദൻ, രമേശൻ, അനിൽകുമാർ, ബിനു എന്നിവർക്കാണ് ശിക്ഷ. പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വിട്ടയക്കുകയും ചെയ്തു കോടതി. 2ാം പ്രതി അശോകൻ മാത്രമാണ് കൊലപാതകത്തിൽ പ്രതിയെന്നും ഇയാൾ മരിച്ചുപോയതിനാൽ ശിക്ഷ വിധിക്കുന്നില്ല എന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത്. മുത്തങ്ങ സംഭവം നടന്ന് 23 വർഷത്തിന് ശേഷമാണ് ഈ 2 കേസുകളിൽ ഇന്ന് കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. കേരള ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ ആദിവാസി സമരങ്ങളിൽ ഒന്നാണ് മുത്തങ്ങയിൽ ഭൂമിക്ക് വേണ്ടി CK ജാനു നയിച്ച സമരം. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 23 വർഷത്തിന് ശേഷമാണ് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. 2003 ഫെബ്രുവരി 19-നാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ ഭൂമി കയ്യേറിയ ആദിവാസികളെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായുണ്ടായ സംഘർഷത്തിനിടെ KV വിനോദ് എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടത്. 2001 AK ആന്റണി സർക്കാർ അധികാരത്തിലേറിയ ശേഷം 1.5 മാസം നീണ്ട സമരം സെക്രട്ടേറിയറ്റ് മുമ്പാകെ നടത്തിയപ്പോൾ കിട്ടിയ ഉറപ്പായിരുന്നു ആദിവാസികൾക്ക് ഭൂമി നൽകും എന്നത്. 3 വർഷം കഴിഞ്ഞ് ജനുവരിയിൽ ഉറപ്പ് പാലിക്കാത്തതിനാൽ CK ജാനുവും ഗീതാനന്ദനും നയിച്ച ആദിവാസി ഗോത്ര മഹാസഭ മുത്തങ്ങ വനഭൂമിയിൽ കുടിൽ കെട്ടി സമരം തുടങ്ങി. 800-ലേറെ ആദിവാസികൾ ഇവർക്കൊപ്പം ഇതേ ഭൂമിയിൽ സമരത്തിന്റെ ഭാഗമായി. സമരക്കാർക്ക് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരെ തടയുകയായിരുന്നു. K സുധാകരനായിരുന്നു അന്ന് വനം മന്ത്രി. ചർച്ചകൾ ഫലം കണ്ടില്ല. ഒടുവിൽ ഫെബ്രുവരി 19-ന് പോലീസ് നടപടി തുടങ്ങി. ആദിവാസികൾ കെട്ടിയ കുടിലുകൾ കത്തിച്ചു, നിരവധി തവണ വെടിവെച്ചു. ആദിവാസിയായ ജോബി സംഭവസ്ഥലത്ത് വെടിയേറ്റ് മരിച്ചു. ഈ പോലീസ് നടപടിക്കിടെയാണ് വിനോദിനെ ആദിവാസികൾ ബന്ദിയാക്കിയത്. വിനോദിനൊപ്പം PK ശശിധരൻ എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെയും ബന്ദിയാക്കിയിരുന്നു. കഴുത്തിലടക്കം ഗുരുതരമായി മുറിവേറ്റ വിനോദ് ചോര വാർന്നാണ് മരിച്ചത്. ശശിധരന് ഗുരുതരമായി മുറിവേറ്റു. സംഭവത്തിന് മാവോയിസ്റ്റ് ബന്ധമടക്കം ആരോപിക്കപ്പെട്ടു. 57 പ്രതികളുണ്ടായിരുന്നു. 132 ആദിവാസികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ച് 37 കുട്ടികളെ അടക്കം ജയിലിലടച്ചതായി പരാതിയുണ്ടായിരുന്നു. 57 പേരെ വിനോദ് വധക്കേസിൽ പ്രതി ചേർത്തു. ഇതിൽ 13 പേർ വിചാരണയ്ക്കിടെ മരിച്ചു. വൈകിയാണെങ്കിലും കോടതിയിൽ നിന്നും നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് മുത്തങ്ങ സമരത്തിനിടെ കൊല്ലപ്പെട്ട പോലീസുകാരൻ വിനോദിന്റെ കുടുംബം ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. എന്നാൽ വിധി കുടുംബത്തിന്റെ പ്രതീക്ഷ കാക്കുന്ന തരത്തിലായില്ല. കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിടുകയാണ് കോടതി ചെയ്തത്.
കൊലപാതകം നടത്തിയ രണ്ടാം പ്രതി അശോകൻ നേരത്തെ മരിച്ചിരുന്നു. അശോകനാണ് വിനോദിനെ അവസാനം വെട്ടിയത്. അതാണ് മരണകാരണമെന്ന് കോടതി കണ്ടെത്തി. പ്രതി മരിച്ചതിനാൽ ശിക്ഷ വിധിക്കുന്നില്ല എന്നതാണ് കോടതി പറഞ്ഞത്. ഈ കേസിൽ മറ്റ് പ്രതികളുടെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നും വിനോദ് വധത്തിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നും കോടതി പറഞ്ഞു. കൽപ്പറ്റ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സ്പെഷ്യൽ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. കേസിന്റെ നടത്തിപ്പിൽ കുടുംബം തൃപ്തരല്ല എന്ന് വിനോദിന്റെ സഹോദരൻ ബാബു പറഞ്ഞു. അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. വിനോദിന്റേത് സമൂഹത്തിന് വേണ്ടിയുള്ള ആത്മാഹൂതിയെന്നും ബാബു പറഞ്ഞു. ഈ ഒരു ആത്മാഹൂതി എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു ഉദാത്തമായ കർത്തവ്യമാണ്. അന്ന് ഈ അവിടെ നടന്ന നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്ന് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല. തീർച്ചയായിട്ടും ഇത് നിരാശാജനകം തന്നെയാണല്ലോ. കാരണം 23.5 വർഷം കാത്തിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ നിരാശകരമായ ഒരു കാര്യമാണ്. കൂടാതെ ഈ വിധി പ്രസ്താവം പിന്നെ അനുജൻ്റെ കൊലപാതക കേസിൽ മുഴുവൻ ആൾക്കാരെ വെറുതെ വിട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്. എൻ്റെ പിതാവ് 5 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുവരെയും അന്വേഷിക്കുമായിരുന്നു ഈ കേസിൻ്റെ സ്ഥിതി എന്തായി. മാത്രം എനിക്കിപ്പോൾ തോന്നുന്നു അദ്ദേഹം ഈ വിധി കേൾക്കാനില്ലാതിരുന്നത് നല്ലതായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കൊല്ലപ്പെട്ട ജോഗിക്കും വിനോദിനും നീതി കിട്ടിയില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ TM റഷീദും പറഞ്ഞു. CBI കേസ് അന്വേഷിച്ചിട്ട് പോലും 57 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഒരു പ്രതിയെ ഒഴിച്ച് മറ്റൊരു പ്രതിക്കുമെതിരെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട വിനോദിനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ജോഗിക്കും ഈ കേസിൽ നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം CBI അന്വേഷണം നടന്നിട്ട് പോലും ഒരു ഷെഡിനുള്ളിൽ നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങൾ ഒരേ സമയത്ത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് 2 കൊലപാതകങ്ങൾ നടക്കുന്നത്. ഈ 2 കൊലപാതകങ്ങളും 100 കണക്കിന് പോലീസുകാരുടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയും IPS ഉദ്യോഗസ്ഥൻ്റെയും മറ്റ് നിരവധി ആളുകളുടെയും മുന്നിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. എന്നിട്ട് പോലും ആ കേസിൽ CBIക്ക് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മുത്തങ്ങയിലെ ആദിവാസി സമരത്തിനിടെ അബ്ദുൾ സലാമിനും വനപാലകർക്കും പരിക്കേറ്റ കേസിൽ 4 പ്രതികൾ കുറ്റക്കാരെന്നും കോടതി കണ്ടെത്തി. 1, 3, 5, 11 പ്രതികളാണ് കുറ്റക്കാർ. ഇവർക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 23 മുതൽ 57 വരെയുള്ള പ്രതികൾ നിരപരാധികളാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പോലീസുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗീതാനന്ദൻ, ബിനു, രമേശൻ, കോയാലിപ്പുര, അനിൽകുമാർ എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത്. അബ്ദുൾ സലാമിനെ ആക്രമിച്ച കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയെന്ന് തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. വെറുതെ വിടണമെന്ന പ്രതികളുടെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. താൻ പൊതുപ്രവർത്തകനാണെന്നും സാമ്പത്തികമായി മോശം അവസ്ഥയിലാണെന്നുമായിരുന്നു ഗീതാനന്ദൻ പറഞ്ഞത്. എന്നാൽ കോടതി ഇതും കണക്കിലെടുത്തില്ല. വിവിധ വകുപ്പുകളിലായി പ്രതികൾക്ക് 19 വർഷവും 7 മാസവും തടവും പിഴയുമാണ് വിധിച്ചിട്ടുള്ളത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന കാരണത്താൽ 5 വർഷത്തെ ശിക്ഷ മാത്രം അനുഭവിച്ചാൽ മതിയാകും. പരിക്കേറ്റ അബ്ദുൾ സലാമിന് 3 ലക്ഷം രൂപയും ശശിധരന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. എന്തായാലും 23 വർഷത്തിന് ശേഷമാണ് കോടതിയുടെ നിർണായകമായ വിധി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ന്യൂസ് 18 ഇടപെടൽ കർഷകർക്ക് ആശ്വാസമായതിന്റെ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 2ാം വിള നെല്ല് സംഭരണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും പാലക്കാട് ജില്ലയിലെ നെൽകർഷകർക്ക് പണം ലഭിച്ചിരുന്നില്ല. ജില്ലയിലെ 10,000-ഓളം കർഷകർക്കായി 350 കോടിയിലധികം രൂപ ലഭിക്കാനുണ്ടായിരുന്നു. പണം ലഭിക്കാത്തത് 1ാം വിള കൃഷി ഇറക്കുന്നതിനെയും ബാധിച്ചിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ഇനിയും പണം ലഭിച്ചില്ല എങ്കിൽ വരാനിരിക്കുന്ന ഓണക്കാലം പട്ടിണി സമരങ്ങളുടെ കാലമാകുമെന്ന് നെൽകർഷകർ പറഞ്ഞു. ഈ റിപ്പോർട്ട് ന്യൂസ് 18 നൽകിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ആദ്യം ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് നെൽകർഷകരുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി എന്നാണ് പറയുന്നത്. പക്ഷേ നെൽകർഷകരുടെ കാര്യത്തിൽ പാടത്ത് കൊയ്തത് വരമ്പ് കയറി അത് കയറ്റിവിട്ട് മാസങ്ങളായിട്ടും അവർക്ക് അധ്വാനത്തിൻ്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. നെൽകർഷകരുടെ ദുരിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ കൊയ്തു കൊണ്ടുപോയതാണ് നെല്ല്. ഓഗസ്റ്റിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇപ്പോഴും അവർക്ക് നെല്ലിൻ്റെ വില കിട്ടിയിട്ടില്ല. പാലക്കാട് ജില്ലയിലാകെ 10,000-ലധികം കർഷകർക്ക് 350 കോടിയിലേറെ രൂപയാണ് ഈ നെല്ല് വിറ്റവകയിൽ കിട്ടാനുള്ളത്.
എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്ര ഫണ്ട് വന്നില്ല തുടങ്ങിയ ഒരുപാട് വിശദീകരണങ്ങളാണ് അധികൃതർ നൽകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കണ്ണാടിയിലാണ്. കണ്ണാടിയിലെ ചെമ്മങ്കാട് പാടശേഖരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കർഷകർക്ക് പറയാനുള്ളത് ഈ ദുരിതത്തെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഏപ്രിലിലെ നെല്ല് കൊയ്ത് കൊണ്ടുപോയി, മാസങ്ങളായി, കടലാസ് മാത്രമാണ് കയ്യിലുള്ളത്, കാശ് കിട്ടിയിട്ടില്ല. അത് ഏപ്രിൽ കൊയ്ത് കൊണ്ടുപോയിട്ട് മാർച്ച് മാസം കൊയ്തിട്ട് മാർച്ച് മാസം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് PRS കിട്ടുന്നത് ഏപ്രിൽ 22-ന് ശേഷം മാത്രമേ തരുള്ളൂ. ആ 1.5 മാസം തരില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ നെല്ലിൻ്റെ അളവ് കൂടി മറ്റേ 2700 പോയി 200 പോയി 700 എന്ന് പറഞ്ഞിട്ട് അതൊരു തടസ്സം പറച്ചൽ, ചാക്കിൽ 1 കിലോ കൂടി പറഞ്ഞിട്ടൊരു തടസ്സം പറച്ചൽ, ഇങ്ങനെയെല്ലാം ആയിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ എത്ര അടുത്ത പഞ്ച കൊയ്യാനായി, എൻ്റെ കണ്ടങ്ങളൊക്കെ പുട്ടിലും കതിരും ആയി. പക്ഷെ ഇതുവരെ മുമ്പ് കൊടുത്തതിനോ കാശ് കിട്ടിയിട്ടില്ല. ഒരേക്കറയ്ക്ക് ചുരുക്കം 35,000 രൂപ വെച്ച് ചിലവാക്കിയാൽ തന്നെ കാശ് എത്രയായി? ഇപ്പോൾ എങ്ങനെയാണ് ഓണക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്? എല്ലാ തവണയും കഷ്ടമാണ്, നല്ല കഷ്ടമാണ്. എനിക്കാണെങ്കിൽ ട്രാക്ടറുണ്ട്, ഇതിൻ്റെ ഡ്രൈവർമാർ, അങ്ങനെയുള്ള പിന്നെ പണിക്കാരുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ ട്രാക്ടറിൻ്റെ പൈസ ഇവരാരും പൂട്ടി അതിൻ്റെ പൈസ പകുതി കൊണ്ട് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ പാടശേഖരത്തിൽ ഒരാളും ഇങ്ങനെ തരാതെ ഇരുന്നിട്ടില്ല. ഇപ്പോൾ പകുതി കൊണ്ട് കിട്ടിയിട്ടില്ല. സത്യത്തിൽ നാട്ടുകാരെ എല്ലാം അന്നമൂട്ടുന്ന കർഷകർക്ക് ഓണക്കാലത്ത് അന്നം ഉണ്ണാൻ കഴിയാത്തൊരവസ്ഥയാണ് അല്ലേ? തീർച്ചയായും. കാരണം നാട്ടുകാരെ മുഴുവൻ ഓണസദ്യ ഉണ്ണാൻ സഹായിക്കുന്ന കർഷകന് ഓണക്കാലം വറുതിയുടെയും വേദനയുടെയും കാലം തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? ഈ സർക്കാർ അല്ല, നമ്മളിപ്പോൾ ഒരു സർക്കാരിന് മാത്രമല്ല, ഇതൊരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 4-5 വർഷം മുമ്പ് വരെ ഇതൊരു കൃത്യമായി പോയിരുന്ന സംവിധാനമാണ്. ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മേഖല ആകെ തകിടം മറിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. എന്താണ് ഈ മേഖലയിൽ സംഭവിച്ചതെന്നുള്ളത്. കാരണം ഇപ്പോൾ 2022 വരെയൊക്കെ ഒരു തടസ്സവും കൂടാതെ പോയിരുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ ആകെ അടിമുടി താളം തെറ്റി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നതാണ്, കേന്ദ്രം കണക്ക് കൊടുത്തിട്ടില്ല, ഓഡിറ്റ് ചെയ്തില്ല. അതൊന്നും സത്യത്തിൽ കൃഷിക്കാരനെ അറിയേണ്ട വിഷയങ്ങളല്ല, അതൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്. ഇനി എന്താ നിങ്ങൾ മുമ്പിലുള്ളത്? ഇനി മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾ ചിങ്ങം 1-ാം തീയതി കരിദിനമായിട്ട് ആചരിക്കുകയാണ്. അതിന് പുറമെ നെല്ലിൻ്റെ പൈസ ഈ ഓണത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് വലിയ സമര പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ കൃഷി ഇറക്കുന്നതിനെ ബാധിച്ചില്ലേ ഇതൊക്കെ? ബാധിച്ചു, നന്നായി ബാധിച്ചു. ഞങ്ങൾ കടം വാങ്ങിച്ചിട്ട് 9%, 10% ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് ഗോൾഡൊക്കെ കൊണ്ട് പണയം വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 3-4 മാസമായി പൈസ കിട്ടിയില്ല. അതിൻ്റെ ഒരു പൈസ പോലും പലിശയായിട്ട് കിട്ടില്ലല്ലോ. ഇത് മുഴുവൻ ഞങ്ങൾ കടത്തിൽ തന്നെയാണ് നടക്കുന്നത്. പ്രതീക്ഷിച്ചു, പക്ഷേ ഓണത്തിന് മുന്നേ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ഇപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇത്ര കാലം കിട്ടിയിട്ടുമില്ല. 4-5 മാസമായി നെല്ലളന്നിട്ട് കൃഷിക്കാരെല്ലാം പണയത്തിലാണ്. അത് 350 കോടി അനുവദിക്കാനുള്ളൂ. പക്ഷെ അത് ഗവൺമെന്റ് പീസ് ആയിട്ട് ഇങ്ങനെ തന്നെ ആർക്കും കിട്ടാത്ത ട്രാക്ടർ കൂലി പാടങ്ങളുണ്ട്. ഇത് സത്യത്തിൽ ഇപ്പോൾ ഒരു 90% പണി പൂർത്തിയായതാണ്. ഇനിയിപ്പോൾ അത് കൊയ്യിൻ്റെ മാത്രം എന്ന് പറഞ്ഞാൽ ചാഴിക്കൊരു മരുന്നടിക്കലും കൊയ്ത്തും അത്രേ അതിനകത്ത് ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പണിയും പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവാക്കാനുള്ള സംഖ്യയുടെ 90%. കാരണം സത്യത്തിൽ പിന്നെ കൃഷി വകുപ്പ് നമ്മൾ കണക്ക് പറഞ്ഞ യഥാർത്ഥത്തിൽ ജൈവ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചാണകവും ആട്ടും കാഷ്ടവും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഏക്കറിന് ഒരു 50,000-ന് മുകളിൽ ചിലവ് നമുക്ക് വരുന്നുണ്ട്. കാലവർഷം അല്ലെങ്കിൽ കാലാവസ്ഥ പഴിച്ചു കഴിഞ്ഞാൽ ചെലവാക്കിയ പൈസ പോലും പലപ്പോഴും കിട്ടാറില്ല. അതിൻ്റെ ഇൻഷുറൻസ് പൈസ തരുന്നില്ല, ഉൽപാദന ബോണസ്, ഉഴവ് കൂലി, ഇങ്ങനെയുള്ള ഒന്നുമില്ല. അരിയുടെ വില കിട്ടിയ അല്ല, ഞങ്ങളുടെ അരി ഇപ്പൊ കർണാടകയ്ക്കാണ് ഈ സാധനം കയറ്റിക്കൊണ്ട് പോണത്. ഇന്നത്തെ ഒരു പത്രത്തിൽ കണ്ടു തമിഴ്നാട്ടിലേക്കല്ല, ഇത് യഥാർത്ഥത്തിൽ പോണത് കർണാടകയിലേക്കാണ്. അവിടെ അത് 30 രൂപ, എന്നിട്ട് അവർ ബ്രാൻഡ് ചെയ്ത് ഈ സാധനം വെക്കുകയാണ്. ഒരു കാര്യം കൂടി ചോദിക്കും. അപ്പോൾ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു VD സതീശൻ ഈ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നൊരു ഉറപ്പ് തന്നിരുന്നു. തന്നു, എനിക്ക് തന്നതാണ്. എനിക്ക് എൻ്റെ കയ്യിൽ അതിൻ്റെ ലെറ്റർ ഉണ്ട്, ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല. എനിക്ക് തന്നതാണ് അവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, അതായത് പണ്ടത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ആ ലെറ്റർ വന്നതാണ്. ഞാനത് എടുത്തിട്ടില്ല, അത് സാധനം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങളിതെങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. അത് എന്താണ്, സഹകരണ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. മാറ്റിയാൽ ഞങ്ങൾക്ക് പണം കിട്ടണ്ടേ? എല്ലാവർക്കും പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതെ, എന്താണെങ്കിലും സമരത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും മോശം. അവര് ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. കക്കണ ആൾക്കാർ ഇപ്പോഴും കട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ആരാണ് എന്താണെന്ന് പേര് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. എനിക്ക് നന്നായി വ്യക്തമായിട്ട് അറിയാം ഇന്ന ആളാണ് ഇത് ചെയ്യുന്നത്. സമരത്തിലേക്ക് പോകേണ്ടി വരുമോ? ഉറപ്പായിട്ട് പോകേണ്ടി വരും.
എന്താണെങ്കിലും കർഷകർക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ്. ഓണക്കാലമായിട്ടും പണം ലഭിച്ചിട്ടില്ല. ഓണക്കാലം സമരക്കാലമാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാരിന് ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ ഈ സർക്കാരും അവരുടെ പ്രതീക്ഷ നിറവേറ്റിയില്ല. ഇപ്പോഴും കടബാധ്യതയിൽ തന്നെ കർഷകൻ തുടരുന്നു എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ഓണക്കാലം സമരക്കാലമാകാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കനിവുണ്ടാകണമെന്നാണ് ഇവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. എന്തായാലും പാലക്കാട് കർഷകരുടെ ദുരിതം ന്യൂസ് 18 പുറത്തുവിട്ടതോടുകൂടി തന്നെ ഇതിൽ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വിഷയത്തിൽ ഇടപെട്ടു. ഇന്ന് തന്നെ 104 കോടി രൂപ അനുവദിക്കും എന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട്ടെ ഉൾപ്പെടെയുള്ള കർഷകരുടെ ദുരിതം ഇന്ന് രാവിലെ പുറത്തുവിട്ട വാർത്തയിലൂടെ മനസ്സിലാക്കിയാണ് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മന്ത്രി ആശ്വാസകരമായ ഒരു വിവരമാണ് ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ അതിൽ ഇടപെട്ടുകൊണ്ട് നൽകിയത്. ഇല്ല, അതിൻ്റെ അകത്ത് ഇപ്പോൾ ആസ് ഓഫ് നൗ ഇനി 104 കോടി രൂപ ഇപ്പോൾ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നെല്ല് സംഭരണ ഇനത്തിൽ നമ്മുടെ ഈ ഗവൺമെൻറ് ചുമതല ഏൽക്കുമ്പോൾ 713 കോടി രൂപയായിരുന്നു കർഷകർക്ക് ലഭ്യമാക്കാനുണ്ടായിരുന്നത്, കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് തന്നെ ആ സമയത്ത് സംഭരണം നടക്കുകയായിരുന്നു. അങ്ങനെ ഇനി ഏതാണ്ട് 367 കോടി രൂപയാണ് ലഭ്യമാക്കാനുള്ളത്. അതായത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന 713 കോടി രൂപയും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് ഈ സംഭരണവും നടക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷം സംഭരിച്ച തുകയാണ് കൊടുക്കാനുള്ളത്. അതിൽ 367 കോടി രൂപ ലഭ്യമാക്കാനുള്ളതിൽ 104 കോടി രൂപയുടെ വിതരണം ഇന്ന് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ബാക്കി തുക വരും ദിവസങ്ങളിൽ തന്നെ ലഭ്യമാക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വേഗതയിൽ ഇത് കൊടുത്തു തീർക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് വന്ന സമയത്താണ് ഈ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായിരുന്നു. ആ പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായ സമയത്തുണ്ടായ കുടിശ്ശികയാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ വിതരണവും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അത് ഞങ്ങളത് പൂർണ്ണമായ ആ വിഷയം സെറ്റിൽ ചെയ്ത് അപ്പോൾ തന്നെ അതിൽ ഇടപെട്ട് ലോൺ എമൗണ്ട് എൻഹാൻസ് ചെയ്ത് ഞങ്ങൾ കൊടുത്തു. പാക്സുകൾ ഒഴിവാക്കി സപ്ലൈകോ മുഖാന്തരം തന്നെ അതിൻ്റെ ലഭ്യതയും ഉറപ്പുവരുത്തി, തുക വിതരണം ചെയ്യുന്ന ഉറപ്പുവരുത്തി. അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള തുകയും അടിയന്തരമായി കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തുക വിതരണം ചെയ്യുന്നതിന് മുറയ്ക്ക് തന്നെ അടുത്ത ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാക്കും. ശരി, എന്തായാലും കുറച്ചെങ്കിലും ആശ്വാസം നെൽകർഷകർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് മന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയുള്ള ഈ പ്രഖ്യാപനത്തോടു കൂടി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സമരം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്നത് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും ഓണക്കാലം സമരകാലമാകാതെ ഇരിക്കട്ടെ, കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്നതാണ് ആഗ്രഹിക്കുന്നത്. ചെറിയ ഒരു ഇടവേള കൂടി, അതിനുശേഷം നമുക്ക് ഗാസയിലെ ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ സായുധ ഗ്രൂപ്പുകളെയും പൂർണ്ണമായും നിരായുധീകരിക്കുന്നതിനായി ബോർഡ് ഓഫ് പീസ് കരാറിലെത്തിയതായി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇതൊരു ചരിത്രപരമായ നേട്ടമാണ് എന്നതാണ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. സ്ഥിരമായ സമാധാനത്തിലേക്കും സുരക്ഷയിലേക്കുമുള്ള വൻ ചുവടുവയ്പ്പാണ് ഇത് എന്നും ട്രംപ് വിശേഷിപ്പിച്ചു. ബോർഡ് ഓഫ് പീസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണ പദ്ധതിയോട് ഹമാസ് പൂർണ്ണമായും യോജിച്ചെന്നും ഉടൻ തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പുണ്ടാകുമെന്നും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് BBC-യും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ട്രംപ് ഈ ബോർഡ് ഓഫ് പീസ് ഉണ്ടാക്കി ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇങ്ങനെ ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി ചേരുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, ഈ ബോർഡ് ഓഫ് പീസ് രൂപീകരണവും ഗാസയിലെ സമാധാനവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളിൽ നമുക്കൊപ്പം താങ്കൾ ചേർന്നിട്ടുണ്ട്. അന്നൊക്കെ ഇത് എത്രമാത്രം പ്രായോഗികം ആകും എന്നതൊരു സംശയമായി മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ നിരായുധീകരണം അത് ഹമാസ് അംഗീകരിക്കുമോ എന്നതായിരുന്നു സംശയം. ഈ ഘട്ടത്തിൽ ഏതാണ്ട് ഹമാസ് അതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന ഉറപ്പുകൾ വരികയാണ്, ധാരണ വരികയാണ്. ട്രംപിന്റെ അവകാശവാദത്തിന് പുറമെ അത്തരം സൂചനകൾ വരുമ്പോൾ ഇത് ഒരു സക്സസ് ആണ് എന്ന് കരുതുന്നുണ്ടോ? ട്രംപിന്റെ ഒരു വലിയ വിജയമായി ഇത് മാറുമോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പ്രഖ്യാപനങ്ങളും പിന്നെ വെടിനിർത്തൽ കരാറുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കരാറിന്റെ ഒരറ്റത്ത് അമേരിക്കയും ഇസ്രായേലും, വേറൊരറ്റത്ത് ഹമാസ്. 2025 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ ട്രംപിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നത്. ആ ട്രംപിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നതിന് ഇതുവരെ 1100 പേരെ ഇസ്രായേൽ കൊന്നു കഴിഞ്ഞു.
അവിടെ നമുക്ക് ഈ BBC-യും അൽ ജസീറ ചാനലും ഒക്കെ കണ്ടാൽ അറിയാം, അതിന്റെ മുകളിൽ ഒരു കെട്ടിടവും കെട്ടിടത്തിന്റെ രൂപത്തിലില്ല. ഇന്നലെയും ഈ ബോർഡ് ഓഫ് പീസിന്റെ ചർച്ച നടക്കുന്ന ഇന്നലെയും 6 പേരെ ഗാസയിൽ, അതും റെഫ്യൂജി ക്യാമ്പിൽ താമസിച്ചിരുന്ന 6 പേരെയാണ് ഇസ്രായേൽ ബോംബിട്ട് പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണ് വെടിനിർത്തൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, എന്താണ് കരാർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, എന്താണ് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഈ വാക്കുകൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ലാത്ത തരത്തിലാണ് ഈ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഈ കരാറുകൾ വരുന്നത്. വലിയ വലിയ നെടുങ്കൻ പ്രഖ്യാപനങ്ങൾ നടത്തും. ഇത് അണ്ടകടാഹത്തിലെ ഏറ്റവും വലിയ കരാറാണ്, ഇതാ ലോകത്ത് മുഴുവൻ സമാധാനം വരാൻ പോകുന്നു എന്ന പ്രഖ്യാപനങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. കാരണം ഒക്ടോബർ മാസം 10-ാം തീയതി നിലവിൽ വന്ന ഈ കരാർ നിലനിൽക്കുമ്പോഴാണല്ലോ ഇസ്രായേല് ഈ ലംഘനമെല്ലാം നടത്തി 1100 ആളുകളെ കൂടി കൊന്നത്. അപ്പോഴൊക്കെ എവിടെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ടുണ്ടോ ഡൊണാൾഡ് ട്രംപ്? പ്രതികരിച്ചിട്ടില്ല. വെസ്റ്റ് ബാങ്കിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? വെസ്റ്റ് ബാങ്കിൽ ഈ താമസിക്കുന്ന ഫലസ്തീനികളുടേതായിട്ടുള്ള സ്വന്തം സ്ഥലമെന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അംഗീകരിച്ചിട്ടുള്ള സ്ഥലത്താണ് ഇടിച്ചു കയറി അവരുടെ വീടുകളെല്ലാം ഇടിച്ചു നിരത്തി അവരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. വല്ലതും പറയുന്നുണ്ടോ ട്രംപ്? ഒന്നും പറയുന്നില്ല. അപ്പൊ ഇതെന്ത് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് മാത്രമാണ്. ബോർഡ് ഓഫ് പീസിൽ ഇപ്പം എന്ന് പറയുക യൂറോപ്യൻ യൂണിയൻ ഇല്ല, യൂറോപ്പിലെ ഒരു രാജ്യങ്ങളില്ല, UK ഇല്ല, ഫ്രാൻസ് ഇല്ല, ജർമ്മനി ഇല്ല, പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു യൂറോപ്യൻ രാജ്യവും ഈ യൂറോപ്പ് ബോർഡ് ഓഫ് പീസിൽ വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഇദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ ആജീവനാന്തം ഞാൻ ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കും. ഈ 2 വർഷത്തോടെ കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രസിഡന്റ് അല്ലാതെ മാറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്താ വിലയുള്ളത്? ഇദ്ദേഹം നേതൃത്വ സമിതിക്ക് എന്ത് വിലയാണ് ഉണ്ടാവുക? ഇദ്ദേഹം പറയുന്ന ആരെങ്കിലും കേൾക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് മാത്രമാണ്, ഇപ്പൊ ഹമാസ് പറഞ്ഞേക്കുന്നത് ഞങ്ങൾ കണ്ടീഷണലാണ്, ഇതിനകത്തുള്ള ഞങ്ങൾ ചേരണോ വേണ്ടയോ അംഗീകരിക്കണോ വേണ്ടോ എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയാൽ മാത്രമേ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാസയുടെ സ്ഥിതി എന്താണ്? ഗാസയുടെ 53% യെല്ലോ ലൈൻ എന്ന് പറയുന്ന ലൈൻ വരെ കീഴടക്കി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിപ്പോ 70% ആയിക്കൊണ്ടിരിക്കുകയാണ്. 70% എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പ്രദേശത്തിന്റെ 30%-ത്തിലാണ് ഗാസക്കാർ പാലസ്തീൻകാർ താമസിക്കുന്നത്. അത് എന്ത് ഇന്റർനാഷണൽ അഗ്രിമെന്റിന്റെ ഭാഗമാണ്? അതായത് കടന്നു കയറിയ ഭാഗത്ത് വീണ്ടും കടന്നു കയറുകയും കടന്നു കയറാത്ത ഭാഗത്ത് പുതുതായി കടന്നു കയറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡ് ഓഫ് പീസിന്റെ ഒരു സാന്നിധ്യം നിലനിൽക്കുമ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കരാറുകൾ, പക്ഷേ ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നത് ഹമാസ് സ്ഥിരീകരിക്കുന്നുണ്ട്. CNN-നോട് ഹമാദ് ഉൾപ്പെടെയുള്ളവർ ഇതിനെക്കുറിച്ച് കൺഫേം ചെയ്യുന്നുണ്ട്. BBC-യും അത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. ഇവര് റെഡിയാണല്ലോ, ഹമാസ് റെഡിയാണ്, അംഗീകരിക്കാൻ റെഡിയാണ്. പക്ഷേ ഇത് ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറുന്ന മുറയ്ക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ആയുധങ്ങളെല്ലാം സമർപ്പിച്ച് വേറൊരു കൂട്ടരെ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാര്യങ്ങൾ നടക്കുന്നത് ഈ 200-നും 300-നും ദിവസത്തിനിടയ്ക്ക് നടന്നാൽ മതി. ഇത് വാസ്തവത്തിൽ അതാണ് ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, 60-30 ദിവസം പോലും ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ആ കരാർ പാലിക്കാൻ പറ്റാത്ത ഒരു രാജ്യം എങ്ങനെ 200-300 ദിവസത്തിനുള്ളിൽ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുന്ന ഫോഴ്സാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 500-ഓളം 5000-ഓളം പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഇതിനാൽ സഹകരിക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഈ കരാറുകൾ ഈ നമ്മളിപ്പോ ഈ സ്പോർട്സിലൊക്കെ പറയും, ഈ എന്താണ് റെക്കോർഡ്സ് ഫോർ ബ്രേക്ക് ടു ബി ബ്രോക്കൺ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ? അതായത് ഇതൊക്കെ ലംഘിക്കപ്പെടേണ്ടതാണ്, റെക്കോർഡുകൾ ലംഘിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന രീതിയിലാണ് ഈ കരാറുകളെല്ലാം, ഈ വെടിനിർത്തൽ കരാറുകളെല്ലാം ലംഘിക്കപ്പെടേണ്ടല്ല എന്ന് പറയുന്നത്. ശ്രീ ജോസഫ് ആന്റണി, ഇസ്രായേൽ ഈ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം അവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേലിന്റെ നിലപാടായിരിക്കുമോ ഇതിൽ നിർണായകമാവുക? ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങാൻ തയ്യാറെടുത്താൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങുമെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നയാളല്ല ഞാൻ. കാരണം ഈ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിൽ 1948 മുതൽ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും പിന്നിൽ ഇസ്രായേലിന് ഒരു വ്യക്തമായ പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വ്യാപനം, ഇസ്രായേലിന്റെ പ്രദേശത്തിന്റെ വ്യാപനം, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാലസ്തീൻ പ്രദേശം അവർ കൈയടക്കിക്കൊണ്ടിരിക്കുന്നതും, വെസ്റ്റ് ബാങ്ക് പ്രദേശം കൈയടക്കിക്കൊണ്ടിരിക്കുന്നതും, ഗോലാൻ ഹൈറ്റ്സ് കൈയടക്കിക്കൊണ്ടിരിക്കുന്നതും, ഈസ്റ്റ് ജെറുസലേം കൈയടക്കിക്കൊണ്ടിരിക്കുന്നതും. ഇതെല്ലാം പലസ്തീനികളുടെ പ്രദേശമാണ്. ഈ അന്തർദേശീയ സമൂഹം അംഗീകരിച്ചിട്ടുള്ള പലസ്തീനിയൻ പ്രദേശങ്ങളിലേക്കാണ് ഈ കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടന്നുകയറ്റം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണേണ്ട കാര്യം, നമുക്ക് ഈ ചാനലുകളിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണാതെ പോയിക്കൂടാ ഒരു യാഥാർത്ഥ്യം. നമ്മുടെ കൺമുമ്പിൽ ഒരു വംശഹത്യ നഗ്നമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ, ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ.
അപ്പൊ അത് ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അതായത് ഇസ്രായേൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ നിങ്ങൾ നിർത്തൂ എന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്ത ട്രംപ് എന്ന് പറയുന്ന ഒരാളുള്ള ഒരു സമിതി എങ്ങനെ സമാധാനം കൊണ്ടുവരും? 53% എന്ന് പറയുന്ന യെല്ലോ ലൈനും കിടന്ന് 70% ഗാസയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. ഇതിന്റെ അപ്പൊ അവിടെ പ്രത്യേകമായ ചില സ്ഥലങ്ങളിൽ മതിലുകൾ കെട്ടി തന്നെ വേർതിരിക്കുന്നു. ഇപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി ഈ ഇത്തരം കരാറുകളിലൊന്നും ട്രംപിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെടുന്ന കരാറുകളിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്ന് വിനീതമായി പറഞ്ഞോളൂ. ശരി, വളരെ നന്ദി ശ്രീ ജോസഫ് ആന്റണി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ട്രംപ് കൊട്ടിഘോഷിക്കുന്ന തരത്തിൽ ഇത് പ്രാവർത്തികമാകുമെന്ന് വിശ്വസിക്കുക വയ്യ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സമാനമായ നിലയിൽ ഉള്ള വിശകലനങ്ങളാണ് വരുന്നത്. എന്തായാലും ഒരുപാട് പ്രതിബന്ധങ്ങൾ ഈ ട്രംപിന്റെ ഈ സ്വപ്നം അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് പോലെ ഈ കാര്യങ്ങൾ പ്രാവർത്തികമാകണം എന്നതിലുണ്ട്. അതിൽ ഇസ്രയേലിന്റെ നിലപാട് ഏറ്റവും നിർണായകമാകും എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും